ഞാൻ ഷാഫി ചാലിയത്തിലേക്ക് പോകുന്നു. ഷാഫി ചാലിയം, ഇപ്പോൾ CPIയുടെ പ്രതികരണം, അതിശക്തമായ പ്രതികരണം വന്നിരിക്കുകയാണ്. മുന്നണി മാറുക, മുന്നണി വിടുക എന്ന ആലോചനകളും ഒന്നുമല്ല, ഇടതുപക്ഷ നയം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് CPMനെ, സർക്കാരിനെ CPI ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടു, ഞങ്ങൾ അപമാനിതരായി എന്നാണ് CPI പറയുന്നത്. അപ്പുറത്ത് കോൺഗ്രസിൽ നിന്നടക്കം പല പ്രധാനപ്പെട്ട നേതാക്കളും നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്നുള്ള പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട്. ലീഗിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് കീഴടങ്ങിയോ സംസ്ഥാനം? എല്ലാ ദേശീയ വിദ്യാഭ്യാസ നയം ഈ പുതിയ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഈ SCPയെ ഏറ്റവും കഠിനമായി അതിനെ എതിർത്തത് ഇടതുപക്ഷമാണ്, CPM ആണ്, CPMൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. പുത്തലത്ത് ദിനേശനും KT കുഞ്ഞിക്കണ്ണനും ഒക്കെ ദേശാഭിമാനിയിൽ ഇത് സംബന്ധമായി നിരവധി ആർട്ടിക്കിൾ എഴുതി അതിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയാണ്. മാത്രമല്ല, എൻ്റെ സുഹൃത്ത് CPM പാനലിസ്റ്റ് 2020 ജൂലൈ 30 നമ്മുടെ മുഹമ്മദ് റിയാസ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഏറ്റവും വലിയ 15 അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ SIPയെ കുറിച്ചിട്ട്. അപ്പോൾ ഈ അപകടങ്ങൾ, ഇത്ര വലിയ അപകടം ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് തന്നെ മനം മാറ്റമുണ്ടാകാനുള്ള കാരണം എന്ത്? അതാണ് ചോദ്യം. അതിന് ഇവിടുത്തെ പ്രതിനിധിയും ശിവൻകുട്ടിയൊക്കെ പറഞ്ഞത് പൈസ പിടിച്ചു വെച്ചിരിക്കുന്നു, പണം കിട്ടണം, പണം കിട്ടാൻ വേണ്ടി അത് ഒപ്പിടുകയില്ലാതെ വേറെ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൗരത്വ നിയമം ഇവിടെ നടപ്പാക്കില്ലെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതില്ലേ? അമിത്ഷാ വിളിച്ചിട്ട് പറയാണ് പൗരത്വ നിയമം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയുടെ അതേ മാതൃക ഈ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇവരെടുക്കുമോ? പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടുത്തെ പ്രതിനിധി പറയണ്ടായി. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം, അതുകൊണ്ട് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെയാണെങ്കിൽ അതും ഈ പൗരത്വ നിയമത്തിനും ബാധകമല്ലേ? കേന്ദ്രം തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് എത്ര കാലം പറയാൻ കഴിയും? മാത്രമല്ല, ഇതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. അതായത്, ഒന്ന്, ഈ വിദ്യാഭ്യാസ നയം എന്താണെന്നുള്ളത് നമ്മളാരും പഠിപ്പിക്കണ്ട. ഇവർ തന്നെ എടുത്ത പ്രമേയവും ഇവരുടെ ലേഖനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. മറിച്ച് ഒരു ഒളിച്ചു കളി ഇല്ലേ, കള്ളന്മാരെ പോലെ രാത്രി പോയിട്ട് ഈ എന്തൊക്കെ രേഖകൾ ഉണ്ടാക്കുന്നത് പോലെ. ഇതെന്തിനാ ഇങ്ങനെ പോകേണ്ട ആവശ്യം? ഒരു ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടല്ലേ പോകേണ്ടത്? ഒരു മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, ഒരു ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ആരും അറിയാതെ പോയി ഒപ്പിട്ടതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ വർഗീസ് ചോണക്ക് ചോദിക്കുക, ഇനി എന്ത് ചെയ്യാനാ? പോയ ബസ്സിന് കൈയാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ലത്. ഇത് അത്യന്തം അപകടകരമാണ്. ഇവർ പറയുന്നു പൈസ. ഈ ആന്ധ്ര ഇതിന് മുമ്പ് ഒപ്പിട്ടതാ. ആന്ധ്ര ഇതേപോലെ 1500 കോടി കിട്ടുന്നതാണ്. എത്ര കിട്ടിയത്? വെറും 157 കോടിയേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല. അതേമാതിരി തെലുങ്കാന ഇതിൽ ഒപ്പിട്ടു. എപ്പോഴാണ്? ചന്ദ്രശേഖർ റാവുവിൻ്റെ കാലത്താണ് കൊടുത്തത്. എന്നിട്ട് തെലുങ്കാനക്ക് എന്ത് കിട്ടി? അതുകൊണ്ടാണല്ലോ ചന്ദ്രശേഖർ റാവു പറഞ്ഞു എന്നെ ചതിച്ചു എന്ന്. ഈ പണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആനുവൽ ബജറ്റ് എത്രയാണ്? ഏകദേശം നിയർലി 2 ലക്ഷം കോടിയാണ്. അങ്ങനത്തെ നമുക്ക് എന്ത് 1500 കോടി, എന്ത് 150 കോടി? നമ്മളെ നയവും നിലപാടല്ലേ വലുത്. ഇവർ എത്ര കോടികളാണ് വലിച്ചെറിയുന്നു ഓരോരോ കാര്യങ്ങൾക്ക്. എന്തെല്ലാം പ്രോജക്റ്റ് കൊണ്ടുവന്നു, അതിൻ്റെ പ്രൈമ ഫേസിക്ക് വേണ്ടി എന്നെ കോടികൾ കൊടുക്കുന്നു, എന്നിട്ട് പ്രോജക്റ്റ് പിൻവലിക്കുന്നു. കുട്ടികളുടെ ഭാവി വെച്ച് പന്താടാൻ സമ്മതിക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതാണ് വാക്കുകൾ ശ്രീ ഷാഫി ചാലിയം. ഭാവി അപകടത്തിലാണ്. അതാണ് പറഞ്ഞത്. എന്താണ് കുട്ടികളെ ഭാവി? അത് അതെ, അതായത് 15 പരിപാടി, 15 അപകടങ്ങൾ. റിയാസിന്റെ പോസ്റ്റ് അതിൽ വ്യക്തമായി പറയുന്നു. അതിൽ എന്തൊക്കെ പറയുന്ന കാര്യങ്ങൾ? ഇനി മുതൽ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി കുട്ടികൾ പഠിക്കാൻ പോകണം അതല്ല, അത് മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ സിവിലൈസേഷൻ, ആ സിവിലൈസേഷനൊക്കെ അങ്ങനെ ഒരു സിവിലൈസേഷൻ ഇല്ല എന്ന് പറയുന്നു. തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം താജ്മഹൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുക. ആ ടിക്കറ്റിൻ്റെ പൈസ സർക്കാരിൻ്റെ ടൂറിസം ഖജനാവിൽ പോവുക. ആരാണ് അതിൻ്റെ ഫൗണ്ടർ? എങ്ങനെ ഉണ്ടായി? ആരാണ്? എന്തായാലും ചരിത്രം അത് പഠിക്കില്ല. രാജ്യത്തിൻ്റെ പാർലമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും ഒക്കെ നിൽക്കുന്നത് വലിയ ചുവന്ന കോട്ടയിലാണ്.
ആ നിർമ്മിതി ആരുടേതാണ് അത് പറയില്ല. മഹാത്മാഗാന്ധി മരിച്ചു പോയിട്ടുണ്ട്, ആരാണ് കൊന്നത് പറയില്ല. ഇങ്ങനെ പോകുന്നു. ഈ വിദ്യാഭ്യാസം പഠിച്ചിട്ടാണ് ഈ ഉത്തരേന്ത്യ ഈ കോലത്തിലായത്. ഇനി അതാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവർ പറയുന്നതാണ് ഞങ്ങൾക്ക് ഫണ്ട് വേണം, ഞങ്ങൾക്ക് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ടിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്നാണോ? അതാണ് നമുക്ക് മനസ്സിലായത്. അതാ ഞാൻ പറഞ്ഞത്, ഇതേ അവസ്ഥ പൗരത്വ നിയമത്തിന് വന്നാൽ എന്ത് ചെയ്യും ഇവരെന്തെല്ലാം. അപ്പോൾ ഇതിനൊക്കെ ശിവൻകുട്ടി പറയുന്നത് ഞങ്ങൾ ഓരോരോ കാലത്ത് നയം മാറ്റിയാണ്. ലോകബാങ്കിൽ നിന്ന് പണമെടുക്കണമെങ്കിൽ ഞങ്ങൾ എതിരായിരുന്നു, ഇപ്പം ഞങ്ങൾ അനുകൂലമാണ്. ശരിയാണ്, ADB വായ്പയുടെ പേരിൽ ഈ സംസ്ഥാനത്ത് CPM ഉണ്ടാക്കിയ സമരങ്ങളുടെ പൊതുനഷ്ടം ഇതിനേക്കാൾ വലിയ കോടിയാണ്. ഓർമ്മയുണ്ടോ ആ കാലത്ത്? എന്നിട്ട് ഇവരോ എവിടെയെങ്കിലും ഒരു വായ്പ കിട്ടാൻ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്കാരുണ്ടെങ്കിൽ രാവിലത്തെ ബസ്സിന് പോവുക വരും മുഖ്യമന്ത്രി പിന്നെ മറ്റു മന്ത്രിമാരും കടം വാങ്ങി തുലയ്ക്കുക. ഞാനിവിടെ ഡോക്ടർ വർഗീസിനോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. മുന്നണിയുടെ നയം എന്ന് പറയുന്നു, ഇവിടെ കൃപേഷ് ലാൽ വധം, അവരുടെ പിതാവ് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയില്ല, CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അരിഞ്ഞു കൊടുത്തു. അതിനെതിരെ സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന സർക്കാരുകൾ വക്കീലിനെ കൊണ്ടുവന്നു. നിങ്ങൾ മുന്നണി തീരുമാനിച്ചാണോ? നിങ്ങളെ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? എത്ര ലക്ഷങ്ങളാണ് ആ ഇനത്തിൽ കൊടുത്തത്? ഷുക്കൂറിൻ്റെ ഇമ്മ CBI വേണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്ത് അതിനെതിരെ സർക്കാർ എത്ര ലക്ഷം ചെലവഴിച്ച എത്ര കോടികളാണ് നിങ്ങളെ പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ എത്ര കോടികൾ ചെലവഴിക്കാൻ ഇവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ബസ് എടുത്തൊരു ആഡംബര യാത്ര നടത്തിയല്ലോ, എന്തെല്ലാം ടൂറിസത്തിന്റെ പേരിൽ എന്തെല്ലാം മാമാകം നടക്കുന്നു. വന്നപ്പോൾ കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളത്തെ ഞെരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെയാണെന്ന് പറഞ്ഞത്, എന്നിട്ട് അവിടെ പോയി ഞെരുങ്ങാൻ നിന്ന് കൊടുത്തു. ഞാൻ പറയാൻ സ്മൃതി, ഈ കേന്ദ്രത്തിൽ നിന്ന് സ്റ്റേറ്റിന് കിട്ടേണ്ട അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി നമ്മളൊരു ആളവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറിയോ? ലക്ഷങ്ങൾ ശമ്പളവും കൊട്ടാര സാദൃശ്യമുള്ള വീടിൻ്റെ വലിയ ഇമ്മൻസ് തുക വാടക കൊടുത്തിട്ട് ഡൽഹിയിൽ KV തോമസ് എന്ന് പറഞ്ഞ ആൾ എന്തിനാ അയാളെ വെച്ചത്? കേന്ദ്രത്തിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു പറ്റാനാണ്. എന്തെങ്കിലും അയാൾ ആ നിയമിതനായി മാസങ്ങളായി അയാൾ എത്ര വാരിക്കൂട്ടി? എന്തെങ്കിലും ഈ സ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു നഷ്ടപ്പെട്ട ഒരു പിച്ചളപ്പിൻ്റെങ്കിലും നമുക്ക് വീണ്ടെടുത്ത് തന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാ കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്ന രക്ഷപ്പെടുത്താനാണ് ഒരാളെ വെച്ചത്. എന്തിനാണ് ഇത്ര ലക്ഷം രൂപ വെച്ച് ഒരു ആർത്തി ഭണ്ഡാരത്തിന് അവിടെ കൊണ്ടുപോയി വെച്ചത്? ഒരു കാലുമാറ്റക്കാരനെ തിരിച്ചുപിടിക്കാതെയാണോ MOU ഒപ്പിട്ടത്? കേന്ദ്രം എന്തായാലും സന്തോഷത്തിലാണ്. BJP പ്രതിനിധിയുടെ 1500 കോടി ഒന്നുമല്ല. Debate with Smriti Parathikkad.